ഇന്ത്യൻ ഓഹരി വിപണിയിൽ കഴിഞ്ഞ ആഴ്ച ശക്തമായ ഇടിവ് രേഖപ്പെടുത്തി. BSE സെൻസെക്സ്, നിഫ്റ്റി 50 എന്നീ പ്രധാന സൂചികകൾ കനത്ത നഷ്ടത്തോടെ അവസാനിച്ചു. പശ്ചിമേഷ്യയിൽ ഉയർന്നുവരുന്ന സംഘർഷവും ഊർജ്ജവിലകളിലെ കുതിപ്പുമാണ് വിപണിയിൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചത്. ഇറാന്റെ സുപ്രീം ലീഡർ അലി ഖമേനെയി ഹോർമുസ് കടലിടുക്ക് അടച്ചിടേണ്ടതുണ്ടെന്ന സൂചന നൽകിയതോടെ ക്രൂഡ് ഓയിൽ, LNG വിതരണത്തിൽ തടസ്സമുണ്ടാകുമോ എന്ന ആശങ്ക ശക്തമായി. ഇതോടെ നിക്ഷേപകരുടെ റിസ്ക് മനോഭാവം ദുർബലമായി. രൂപയുടെ മൂല്യം താഴ്ന്നതും വിദേശ നിക്ഷേപകരുടെ തുടർച്ചയായ പിൻവലിപ്പും വിപണിയെ കൂടുതൽ ബാധിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ സെൻസെക്സ് 4354.98 പോയിന്റ് അഥവാ 5.52% ഇടിഞ്ഞ് 74,563.92 അവസാനിച്ചു. നിഫ്റ്റി 1299.35 പോയിന്റ് അഥവാ 5.31% ഇടിഞ്ഞ് 23,151.10 ക്ലോസ് ചെയ്തു. ഇത് അടുത്ത കാലത്തെ ഏറ്റവും വലിയ ആഴ്ചവാര ഇടിവുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. നിക്ഷേപകർ ഈ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണം. വിപണിയുടെ ദിശ പ്രധാനമായും ഇസ്രായേൽ ഇറാൻ സംഘർഷവും ക്രൂഡ് ഓയിൽ വിലയുടെ നീക്കവുമാണ് നിർണ്ണയിക്കുക. ഉയർന്ന എണ്ണവില, ശക്തമായ US ഡോളർ, കൂടാതെ ഉയർന്ന US ബോണ്ട് ഈൽഡുകൾ എന്നിവ വിപണിയിലെ അസ്ഥിരത തുടരാനിടയാക്കും. അതേസമയം അടിസ്ഥാനപരമായി ശക്തമായ ചില ആഭ്യന്തര മേഖലകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട അവസരങ്ങൾ ഉണ്ടാകാം. എണ്ണവില ഉയർന്ന നിലയിൽ തുടർന്നാൽ ഊർജ്ജ ചെലവുകളുമായി ബന്ധപ്പെട്ട മേഖലകളിൽ സമ്മർദ്ദം തുടർന്നേക്കാം. സംഘർഷം കുറയുകയും എണ്ണവില സ്ഥിരത കൈവരിക്കുകയും ചെയ്താൽ മാത്രമേ ശക്തമായ തിരിച്ചുവരവ് സാധ്യമാകൂ. അതിനാൽ കർശനമായ റിസ്ക് മാനേജ്മെന്റും സ്റ്റോപ്പ് ലോസ് ഉപയോഗവും ആവശ്യമാണ്. വിപണി സ്ഥിരത കൈവരിക്കുന്നതുവരെ നഷ്ടത്തിലതാണ് ഉചിതം. സെൻസെക്സ് ഇപ്പോൾ 74,500 മുതൽ 74,000 വരെ പ്രധാന പിന്തുണാ മേഖലയെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മുകളിലോട്ട് 75,600 ലെവലുടൻ പ്രതിരോധമായി കാണപ്പെടുന്നു. അവിടെ അടുത്തിടെ വിൽപ്പന സമ്മർദ്ദമുണ്ടായിട്ടുണ്ട്. ചില ഹെവി വെയ്റ്റ് ഓഹരികളുടെ പങ്കാളിത്തം ഇടയ്ക്കിടെ പിന്തുണ നൽകാമെങ്കിലും വിപണിയുടെ സമഗ്ര ഘടന ഇപ്പോഴും ജാഗ്രതാപരമാണ്. ആഗോള അനിശ്ചിതത്വം തുടരുന്നതിനാൽ അടുത്ത കാലയളവിൽ സെൻസെക്സിന്റെ ദിശ നെഗറ്റീവ് പ്രവണതയോടെയായിരിക്കും. അതിനാൽ നിക്ഷേപകർ ആക്രമണാത്മകമായി വാങ്ങുന്നതിന് പകരം ഇടിവുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട രീതിയിൽ നിക്ഷേപം പരിഗണിക്കാനാണ് സാധ്യത. നിഫ്റ്റി സൂചിക തുടർച്ചയായി 3-ാം ആഴ്ചയും കനത്ത ഇടിവ് രേഖപ്പെടുത്തി. 23,151.10 എന്ന ആഴ്ചയിലെ താഴ്ന്ന നിലയ്ക്ക് സമീപമാണ് ക്ലോസ് ചെയ്തത്. ഇത് അടുത്ത കാലത്തെ സാങ്കേതിക ഘടനയിൽ ഗണ്യമായ ദുർബലത സൂചിപ്പിക്കുന്നു. 22,900 മേഖലയിലാണ് പ്രധാന പിന്തുണ. ഈ നില തകർന്നാൽ ഇടിവ് 22,500 വരെ നീളാൻ സാധ്യതയുണ്ട്. തുടർന്ന് 22,000 പ്രധാന പിന്തുണയായി കാണപ്പെടുന്നു. മുകളിലോട്ട് 23,800 മുതൽ 24,300 വരെയുള്ള മേഖല ശക്തമായ പ്രതിരോധമായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഈ മേഖലയ്ക്ക് മുകളിൽ സ്ഥിരമായ ഉയർച്ച ഉണ്ടായാൽ മാത്രമേ വിപണിയുടെ മനോഭാവം സ്ഥിരത കൈവരിക്കൂ. ബാങ്ക് നിഫ്റ്റി സൂചികയും കനത്ത വിൽപ്പന സമ്മർദ്ദം നേരിട്ടു. 53,777.85 അവസാനിച്ചു. അടുത്ത പിന്തുണ 53,500 മേഖലയിലും തുടർന്ന് 52,300 പ്രധാന അടിസ്ഥാന പിന്തുണ 51,000 കാണപ്പെടുന്നു. മുകളിലോട്ട് 55,700 ആദ്യ പ്രതിരോധമാണ്. അതിനുശേഷം 57,500 ശക്തമായ പ്രതിരോധമായി നിലനിൽക്കുന്നു. ഈ നിലകൾക്ക് മുകളിൽ സ്ഥിരമായ ഉയർച്ച ഉണ്ടായാൽ മാത്രമേ ഗണ്യമായ തിരിച്ചുവരവ് സൂചിപ്പിക്കാനാകൂ. മേഖലാപരമായി നോക്കുമ്പോൾ ഓട്ടോ, ബാങ്കിംഗ്, റിയൽറ്റി, മെറ്റൽ എന്നീ മേഖലകൾ ഏറ്റവും കൂടുതൽ ദുർബലമായി. റിസ്ക് ഓഫ് മനോഭാവവും വിദേശ നിക്ഷേപകരുടെ പിൻവലിപ്പും ഇതിന് കാരണമായി. മഹാരാഷ്ട്രയിലെ കർഷക വായ്പമാപ്പ് ചർച്ചകൾ ബാങ്കിംഗ് ഓഹരികളിൽ സമ്മർദ്ദം സൃഷ്ടിച്ചു. ഉയർന്ന ഇന്ധനവും കോമോഡിറ്റി ചെലവുകളും ഓട്ടോ മേഖലയെ ബാധിക്കുന്നു. IT മേഖലയിൽ നിയമന വേഗത കുറയുന്നതോടെ റിയൽറ്റി മേഖലയിലും ദുർബലത കാണപ്പെടുന്നു. ഉയർന്ന ക്രൂഡ് വില കാരണം ഏവിയേഷൻ, ലോജിസ്റ്റിക്സ്, ട്രാവൽ, റെസ്റ്റോറന്റ്, പെയിന്റ്, കെമിക്കൽ മേഖലകളിലും ചെലവുകൾ ഉയരാൻ സാധ്യതയുണ്ട്. അതേസമയം പവർ, ഷുഗർ, ഫാർമ മേഖലകൾ കൂടുതൽ പ്രതിരോധശേഷിയുള്ളവയായി തുടരാം. ഇന്ത്യ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ച ഉയർന്ന താപനില വൈദ്യുതി ആവശ്യകത ഉയർത്താനിടയാക്കും. എഥനോൾ ബ്ലെൻഡിംഗ് നയങ്ങൾ ഷുഗർ കമ്പനികൾക്ക് പിന്തുണ നൽകാം. ഫാർമ മേഖല പ്രതിരോധ മേഖലയായതിനാൽ നിക്ഷേപകരുടെ ശ്രദ്ധ നേടാൻ സാധ്യതയുണ്ട്. ഹ്രസ്വകാല അസ്ഥിരത ഉണ്ടായാലും ഉപഭോഗം, അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ പരിവർത്തനം എന്നിവ ഇന്ത്യയുടെ ദീർഘകാല വളർച്ചയെ പിന്തുണയ്ക്കുന്നു. കഴിഞ്ഞ ആഴ്ച
ഇന്ത്യയിലെ മുൻനിര 10 കമ്പനികളുടെ വിപണി മൂല്യത്തിൽ ഏകദേശം 4.48 ലക്ഷം കോടി രൂപ നഷ്ടപ്പെട്ടു. ക്രൂഡ് ഓയിൽ വില ഉയർന്നതും ഇറാൻ US ഇസ്രായേൽ സംഘർഷവും പ്രധാന കാരണങ്ങളായിരുന്നു. ഏറ്റവും കൂടുതൽ മൂല്യനഷ്ടം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കും HDFC ബാങ്കിനുമുണ്ടായി. ബജാജ് ഫിനാൻസ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ICICI ബാങ്ക്, ഭാരതി എയർടെൽ, റിലയൻസ് ഇൻഡസ്ട്രീസ്, LIC, ഇൻഫോസിസ്, ഹിന്ദുസ്ഥാൻ യൂണിലീവർ തുടങ്ങിയ കമ്പനികളും ഇടിവ് രേഖപ്പെടുത്തി. ഇതിന് പിന്നാലെയും റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി തുടരുന്നു. തുടർന്ന് HDFC ബാങ്കും ഭാരതി എയർടെലും നിലകൊള്ളുന്നു. ഇപ്പോഴത്തെ IPO വിപണിയിലും ശ്രദ്ധേയമായ സംഭവ വികാസങ്ങളുണ്ട്. GSP ക്രോപ്പ് സയൻസ് IPOയും നോവസ് ലോയൽറ്റി IPOയും മാർച്ച് 16 തുറന്ന് മാർച്ച് 18 അടയ്ക്കും. സെൻട്രൽ മൈൻ പ്ലാനിംഗ് ആൻഡ് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് IPO മാർച്ച് 20 തുറന്ന് മാർച്ച് 24 അടയ്ക്കും. ഇത് പൂർണ്ണമായും ഓഫർ ഫോർ സെയിൽ ഇഷ്യൂ ആണ്. അലോട്ട്മെന്റ് മാർച്ച് 25 പ്രതീക്ഷിക്കപ്പെടുന്നു. ലിസ്റ്റിംഗ് മാർച്ച് 30. പുതിയ ലിസ്റ്റിംഗുകളിലും നിരവധി കമ്പനികൾ വരാനുണ്ട്. രാജ്പുതാന സ്റ്റെയിൻലെസ് IPO മാർച്ച് 16 ലിസ്റ്റ് ചെയ്യും. ആപ്സസ് എറോകോം IPO മാർച്ച് 18 NSESMEയിൽ ലിസ്റ്റ് ചെയ്യും. ഇന്നോവിഷൻ IPO മാർച്ച് 20 BSEയും NSEയും ലിസ്റ്റ് ചെയ്യും. രാജ്മാർഗ് ഇൻഫ്ര ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് IPO മാർച്ച് 24 ലിസ്റ്റ് ചെയ്യും. ഫിൻടെക് മേഖലയിലെ ഏറെ പ്രതീക്ഷിക്കപ്പെട്ട ഫോൺപേ IPO 2026 വരാൻ സാധ്യതയുണ്ട്. സെബിയുടെ അനുമതി ഇതിനകം ലഭിച്ചിട്ടുണ്ട്. ഈ IPO 100% ഓഫർ ഫോർ സെയിൽ ആയിരിക്കാനാണ് സാധ്യത. വോൾമാർട്ട് തന്റെ ഓഹരി ഏകദേശം 12% കുറയ്ക്കും. ടൈഗർ ഗ്ലോബൽ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ നിക്ഷേപകരും അവരുടെ ഓഹരികൾ വിറ്റഴിക്കാം. കമ്പനി ഏപ്രിൽ 2026 ലിസ്റ്റിംഗ് പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നു. സ്വർണ്ണവിലയും അടുത്ത കാലത്ത് ശ്രദ്ധേയമാണ്. ഇന്ത്യയിൽ 24 ക്യാരറ്റ് സ്വർണം ഏകദേശം 1,59,070 രൂപ പ്രതി 10 ഗ്രാമാണ്. MCXൽ ഏകദേശം 1,58,400 രൂപ നിരക്കിലാണ് വ്യാപാരം. ആഗോള വിപണിയിൽ കോമെക്സിൽ വില ഏകദേശം $5,120 പ്രതി ഔൺസ് സമീപമാണ്. ഫെഡറൽ റിസർവിന്റെ നയ തീരുമാനവും ഭൂരാജകീയ സംഘർഷവും സ്വർണ്ണവിലയിൽ അസ്ഥിരത ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വിദേശ നിക്ഷേപകർ 2026 ഇതുവരെ ഏകദേശം 1.07 ലക്ഷം കോടി രൂപ വില വരുന്ന ഓഹരികൾ വിറ്റു. അതേസമയം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ 1.68 ലക്ഷം കോടി രൂപ വാങ്ങി. ക്രൂഡ് ഓയിൽ വില ഉയർന്നതും രൂപയുടെ മൂല്യത്തകർച്ചയും ആഗോള റിസ്ക് ഓഫ് മനോഭാവവും ഇതിന് കാരണമാണ്. UAEയിൽ 19 ഇന്ത്യക്കാരടക്കം 35 പേരെ തെറ്റായ യുദ്ധ വീഡിയോ പ്രചരിപ്പിച്ചതിന് അറസ്റ്റ് ചെയ്തു. സോഷ്യൽ മീഡിയയിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതാണ് ആരോപണം. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണെന്ന് അധികാരികൾ വ്യക്തമാക്കി. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഇറാൻ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് പറഞ്ഞു. ഫെബ്രുവരി 28 US-ഉം ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങൾ 12 പിന്നാലെ ഇറാൻ സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി ലോക വിപണിയിലേക്ക് 400 മില്യൺ ബാരൽ അടിയന്തര എണ്ണ വിടുമെന്ന് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന ഭീഷണിയെ തുടർന്ന് ക്രൂഡ് വില $120 വരെ ഉയർന്നിരുന്നു. വിപണിയിലെ ആശങ്ക കുറയ്ക്കാനാണ് ഈ തീരുമാനം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഫാസ്ടാഗ് വാർഷിക പാസിന്റെ ഫീസ് 75 രൂപ വർദ്ധിപ്പിച്ച് 3075 രൂപ ആക്കി. ഇത് ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇന്ത്യ തായ്വാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഫ്താലിക് അൻഹൈഡ്രൈഡ് എന്ന രാസവസ്തുവിനെതിരെ ആന്റി ഡംപിംഗ് അന്വേഷണം ആരംഭിച്ചു. ഇത് പ്ലാസ്റ്റിക്, പെയിന്റ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന രാസവസ്തുവാണ്. എയർ ഇന്ത്യയിലെ ജീവനക്കാരുടെ ട്രാവൽ സ്കീമിൽ വലിയ ദുരുപയോഗം കണ്ടെത്തിയിട്ടുണ്ട്. 4000-ലധികം ജീവനക്കാർ അന്വേഷണം നേരിടുകയാണ്. US-ലെ ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് കമ്മീഷൻ ചെയർമാൻ ബ്രെൻഡൻ കാർ വാർത്താ കവറേജിനെക്കുറിച്ച് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റർമാരെ മുന്നറിയിപ്പ് നൽകി. ആവശ്യമായ തിരുത്തലില്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കാമെന്നായിരുന്നു മുന്നറിയിപ്പ്. ബ്രിട്ടീഷ് ഓയിൽ കമ്പനി BPക്ക് ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ പുതിയ എണ്ണപ്പാടം വികസിപ്പിക്കാൻ അനുമതി ലഭിച്ചു. 2010-ലെ ഡീപ്പ് വാട്ടർ ഹൊറൈസൺ ദുരന്തത്തിന് ശേഷം ആദ്യമായാണ് പുതിയ പദ്ധതി. അവന്യൂ സൂപ്പർമാർട്ട്സ് ഡിമാർട്ട് ചെയിൻ നടത്തുന്ന കമ്പനി കൽപ്പന ഉണട്കത്തെ പുതിയ ചെയർപേഴ്സണായി നിയമിച്ചു. ഏപ്രിൽ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. മിഡിൽ ഈസ്റ്റിലെ ഊർജ്ജ പ്രതിസന്ധി കാരണം ഇൻഫോസിസ്, HCL ടെക്, കോഗ്നിസെന്റ് തുടങ്ങിയ IT കമ്പനികൾ ജീവനക്കാരോട് താൽക്കാലികമായി സ്വന്തം ഭക്ഷണം കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. എക്സെഞ്ചർ CEO ജൂലി സ്വീറ്റ് ജീവനക്കാരോട്
AI കഴിവുകൾ വികസിപ്പിക്കണമെന്ന് പറഞ്ഞു. പ്രമോഷനുകൾക്കായി AI അറിവ് നിർണായകമാകും. യെസ് ബാങ്ക് വിനയ് ടോൺസെയെ 3 വർഷത്തേക്ക് മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായി നിയമിച്ചു. ഇൻഡിഗോ ഉൾപ്പെടെയുള്ള ഏവിയേഷൻ ഓഹരികൾ ഇന്ധനവില ഉയർന്നതിനെ തുടർന്ന് ശ്രദ്ധയിൽ തുടരുന്നു. ഹിൻഡാൽകോ, ലാർസൻ ആൻഡ് ടുബ്രോ, ടാറ്റ സ്റ്റീൽ, അൾട്രാടെക് സിമന്റ്, JSW സ്റ്റീൽ തുടങ്ങിയ മെറ്റൽ ഇൻഫ്രാ ഓഹരികളും വിപണിയിലെ അസ്ഥിരത കാരണം ശ്രദ്ധയിൽപ്പെട്ടു. കോർപ്പറേറ്റ് ആക്ഷനുകൾക്കിടയിൽ മെട്രോപോളിസ് ഹെൽത്ത് കെയർ 3 അനുപാതം 1 ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെക്കോർഡ് തീയതി മാർച്ച് 20. കാസ്ട്രോൾ ഇന്ത്യ ഓരോ ഓഹരിക്കും 5 രൂപ 25 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. റെക്കോർഡ് തീയതി മാർച്ച് 23. മാൻബ്രോ ഇൻഡസ്ട്രീസ് ഓഹരി സ്പ്ലിറ്റ് മാർച്ച് 25 നടക്കും. PVV ഇൻഫ്രാ ഓഹരി സ്പ്ലിറ്റ് മാർച്ച് 27.